വോട്ട് ചോരി സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വെളിപ്പെടുത്തലുകൾക്കും ചോദ്യങ്ങൾക്കും ഇലക്ഷൻ കമ്മീഷൻ എന്തു പറയുന്നു എന്നറിയാൻ രാജ്യം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ ഇന്നലെ അത് സംഭവിച്ചു. പക്ഷേ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിരുന്നില്ല, മറിച്ച് BJPയുടെ സഖ്യകക്ഷിയാണോ ഇലക്ഷൻ കമ്മീഷൻ എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള പ്രകടനമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായത്. കുറച്ചുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ, ഉത്തരമില്ലാതെ ഭീഷണി മുഴക്കിയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം പിത്തര. ഒന്നുകിൽ 7 ദിവസത്തിനകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്നുമാണ് രാഹുലിനോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. 7 ദിവസത്തിനകം സത്യവാങ്മൂലം ലഭിച്ചില്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണക്കാക്കപ്പെടുമെന്നും ഗ്യാനേഷ് കുമാർ പറഞ്ഞു. രാഹുലിന്റെ പരാമർശങ്ങൾ ഭരണഘടനയെ അപമാനിക്കും വിധത്തിലുള്ളതാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു. രാഹുലിന്റെ ആരോപണങ്ങൾ ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലമാക്കുകയാണെന്നും ഗ്യാനേഷ് കുമാർ പറഞ്ഞു. വോട്ടർ പട്ടിക തിരുത്തലിന്റെ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യക്തികളുടെയും മേൽ ചുമത്തുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും വ്യാപകമായി വിമർശനം നേരിടേണ്ടി വന്നതോടെയാണ് വിശദീകരണത്തിന് പകരം ഭീഷണിയുമായി കമ്മീഷന്റെ വാർത്താ സമ്മേളനം. അമ്മമാരും പെൺമക്കളും മരുമക്കളും വോട്ട് ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവെക്കണോ എന്ന വിചിത്രമായ ചോദ്യവും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വോട്ടർമാരുടെ ഫോട്ടോകൾ ഉപയോഗിച്ച് ആരോപണം ഉന്നയിച്ചത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും എന്നാൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ളതെന്നും ഗ്യാനേഷ് കുമാർ അവകാശപ്പെട്ടു. 1 കോടിയിലധികം ജീവനക്കാരും 10 ലക്ഷത്തിൽ പരം ബൂത്ത് ലെവൽ ഏജന്റുമാരും 20 ലക്ഷത്തിലധികം സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജന്റുമാരും തിരഞ്ഞെടുപ്പിനായി പ്രവർത്തിക്കുന്നു. ഇത്രയധികം ആളുകളുടെ മുമ്പിൽ ഇത്രയും സുതാര്യമായ പ്രക്രിയയിൽ ഏതെങ്കിലും വോട്ടർമാർക്ക് വോട്ട് മോഷ്ടിക്കാൻ കഴിയുമോ എന്നും ഗ്യാനേഷ് കുമാർ ചോദിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ടു പോകുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ SIR എപ്പോൾ നടപ്പാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും. കഴിഞ്ഞ 20 വർഷത്തിനിടെ വോട്ടർ പട്ടിക ശുദ്ധീകരണം നടന്നിട്ടില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നതാണ് SIRന്റെ പ്രധാന ലക്ഷ്യമെന്നും ഗ്യാനേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഭീഷണികളെ പരിഹസിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വന്തം ഡാറ്റയെ അധികരിച്ചുള്ള വസ്തുതകളാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിന് വിശദീകരണം നൽകുന്നതിന് പകരം ഭീഷണി മുഴക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഴിവില്ലായ്മ മാത്രമല്ല, അതിന്റെ പ്രകടമായ പക്ഷപാതവും ഇതോടെ പൂർണ്ണമായും തുറന്നുകാട്ടപ്പെട്ടിരിക്കുന്നു. ബീഹാർ SIR സമയത്ത് ഇല്ലാതാക്കിയ 65 ലക്ഷം വോട്ടർമാരുടെ വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ച എല്ലാ വാദങ്ങളും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതിന് 3 ദിവസത്തിന് ശേഷമാണ് പത്രസമ്മേളനം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ഈ 65 ലക്ഷം വോട്ടർമാരുടെ എല്ലാ വിശദാംശങ്ങളും നിർദ്ദിഷ്ട ഫോർമാറ്റിൽ പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചതാണ്. വോട്ടർ ഐഡന്റിറ്റിയുടെ തെളിവായി ആധാർ ഐഡികൾ ഉപയോഗിക്കാനും അനുവദിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശങ്ങളിൽ ഓരോന്നിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർത്തിരുന്നു. തെളിവുകളുടെ പർവ്വത നിരകൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി പരിഹാസ്യമാണെന്ന് കമ്മ്യൂണിക്കേഷൻ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വ്യക്തമായ ചോദ്യങ്ങൾക്കൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ഉത്തരം നൽകിയില്ല എന്നത് ശ്രദ്ധേയമാണ്. ബീഹാർ SIR പ്രക്രിയയെക്കുറിച്ചുള്ള ഓഗസ്റ്റ് 14 സുപ്രീം കോടതി ഉത്തരവുകൾ ഭരണഘടനാപരമായി നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാധ്യസ്ഥനാണ്. രാജ്യം അതിനായി കാത്തിരിക്കുകയാണെന്നും ജയറാം രമേശ് വ്യക്തമാക്കി.